കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിയുടെയും 3-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും അവസ്ഥ വളരെ ദോഷമാണ്. അതുപോലെ 2-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതും 8-ൽ കേതു സഞ്ചരിക്കുന്നതും ദോഷം തന്നെയാണ്. അപ്പോൾ ഏകദേശം 1, 2, 3, 4, 5 ഗ്രഹങ്ങളോളം ഇവർക്ക് ദോഷമായിട്ട് നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ തടസ്സവും പ്രശ്നങ്ങളും വരാം. എന്നാൽ ഈ ആഴ്ചയിൽ ശുക്രൻ്റെ 11-ലെ നില, ബുധൻ്റെ 11-ലെ നില, ചൊവ്വയുടെ 11-ലെ നില, ഇത് മൂന്നും ഇവർക്ക് സാമ്പത്തിക നേട്ടത്തെയാണ് കാണിക്കുന്നത്. ഒപ്പം ചന്ദ്രൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും ഇവർക്ക് ഗുണമാണ്, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങൾ. അപ്പോൾ സാമ്പത്തികമായ നേട്ടം ഇവർ ശ്രമിച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടത്. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് ഈ ആഴ്ച മികവ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. കുംഭക്കൂറിന് പൊതുവേ കുറേ കാലമായിട്ടുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് ചില ഗുണത്തിൻ്റേതായ കുറേ ഏറ്റങ്ങൾ, കുറേ നേട്ടങ്ങൾ ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസത്തോടു കൂടി. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 26, 27 ഉച്ചവരെ ഗുണമുള്ള ദിവസങ്ങളാണ്.